കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ദ ഡിവിനിറ്റി ഓഫ് ജീസസ്. അത് വളരെയധികം കാര്യങ്ങൾ പറയേണ്ടതാണ്, പക്ഷെ ഏറ്റവും സം ആൻഡ് സബ്സ്റ്റൻസ് ആണ് ആ വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. Last week we studied about the divinity of Jesus, and it's an extensive topic, but we summarized and we studied it last week. നമ്മുടെ വിഷയത്തിന്റെ ട്രിനിറ്റി എന്ന വിഷയത്തെ നമ്മൾ പഠിച്ചു വന്നത് one being In Trinity we studied one being and three persons. They were co-equal and co-eternal. അതിനോട് ചേർത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് each persons are fully God. Each persons are fully God. അതിൽ ഫാദറിനെ ഗോഡ് എന്ന് വിളിച്ചേക്കുന്ന അനവധി റെഫറൻസ് തിരുവഴുത്തിനകത്തുള്ളതുകൊണ്ട് നമ്മുടെ ഡെയിലി വായനയിൽ നമ്മളത് ക്രോസ് ചെയ്യുന്നത് കൊണ്ടും ഞാൻ ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തില്ല. I am not going to explain about the Father God, because every day when we read and we cross across multiple scriptures in the scripture about Father God. കഴിഞ്ഞ ആഴ്ചയിൽ സെക്കൻഡ് പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി ജീസസിന്റെ ഡിവിനിറ്റിയെ സംബന്ധിച്ച് നമ്മൾ അല്പകാര്യം പഠിച്ചു. Last week we studied a little about Jesus' divinity. എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ചില റെഫറൻസുകൾ നമ്മൾ പഠിച്ചു. We studied some explicit references related to Jesus' divinity. വാസ്തവത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ജീസസിനെ യാഹുവേ എന്ന് വിളിച്ചേക്കുന്ന റെഫറൻസ് ഉണ്ട്. There's references where Jesus was called Yahweh. ജീസസിനെ തിയോസ് എന്ന് വിളിച്ചിരിക്കുന്ന റെഫറൻസ് ഉണ്ട്. There's references where Jesus was called Theos. ജീസസിനെ ഐ ആം ഹി, ഈഗോ എയ്മി, ഗ്രീക്കിൽ അങ്ങനെയാണ് പറയുന്നത്, ഐ ആം ഹി, ഞാൻ ആകുന്നു, ആ നിലയിലുള്ള റെഫറൻസുകളും തിരുവഴുത്തിനകത്തുണ്ട്. There's references where Jesus is called I am he, and those references are also mentioned in the scriptures. ഈ യേശുവിന്റെ ഡിവിനിറ്റിയെ അംഗീകരിക്കാത്ത മോർമോണിസം പോലെയുള്ള, യാഹ്വേ വിറ്റ്നസസിനെ പോലെയുള്ള, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിനെ പോലെയുള്ള ആ പഠിപ്പിക്കലുകൾ നമ്മുടെ ഈ രാജ്യത്തൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി കാര്യങ്ങളെ എൻ്റെ കേൾവിക്കാർ മനസ്സിലാക്കിയിരിക്കണം. You have to understand very clearly the scriptures of divinity, because the Mormons, the Seventh Day and Jehovah's Witnesses, they twist the word of God. So you have to know exactly and clearly the Trinity. നമ്മൾ early ക്രിസ്ത്യാനിറ്റിയിലെ ഹെറസി പഠിച്ചാൽ, if we learn the heresies of the early Christianity, ഓൾമോസ്റ്റ്, ഞാൻ കഴിഞ്ഞൊരു ദിവസം അതിനെ സംബന്ധിച്ചൊരു ചെറിയ പഠനം നടത്തിയപ്പോൾ വലിയ നിലയിലുള്ള ഹെററ്റിക്കൽ ടീച്ചിങ്ങും വളരെ ചെറിയ നിലയിലുള്ളതും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 300 ടൈപ്സ് ഓഫ് ഹെറസി സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. Historians say that during the second, third and fourth century there were multiple heresies, approximately at least 300 heretical teachings. അതില് ഏറ്റവും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന പഠിപ്പിക്കലുകളാണ് നെസ്റ്റോറിയനിസം, നോസ്റ്റിസിസം, ഇബിയോനിസം. അങ്ങനെ വളരെ പോപ്പുലർ ആകുകയും ഏരിയനിസം അനേക ആളുകളിലേക്ക് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുകയും ചെയ്തു. ആ ഹെററ്റിക്കൽ ടീച്ചിങ്ങിൽ എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആക്രമിച്ചത് യേശുവിന്റെ ഡിവിനിറ്റിയെ ആയിരുന്നു. There was multiple heretical teachings, and some of them were very popular, but all of them questioned the divinity of Jesus. നമ്മൾ വിശാലമായിട്ട് എക്സ്പ്ലെയിൻഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും കൗൺസിൽ ഓഫ് നൈസിയയും കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളും എഫസോസ് കൗൺസിലും ചാൾസിലോടി, ഞാൻ ആ പേരുകളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. I mentioned multiple names, all the councils of Nicaea, council of Constantinople, all those I've mentioned to you. Even though we didn't do in detail, we did the topics. സാധാരണ ചർച്ചിനെ 7 കൗൺസിലിന്റെ ചർച്ച് എന്ന് വിളിക്കാറുണ്ട്. ചർച്ചസ് ഓഫ് 7 കൗൺസിൽസ്. The church is also called the churches of 7 councils. അത് അത്ര ഒതന്റിക് ഒന്നും അല്ല ആ വിളി. It's not authentic. അത് അങ്ങനെ പറയാൻ കാരണം ആ 7 കൗൺസിൽസ് എക്യൂമെനിക്കൽ കൗൺസിൽ ആയിരുന്നു. ആദ്യത്തെ
ഫിഫ്ത്ത് സെഞ്ചുറി വരെയുള്ള 7 കൗൺസിൽ എക്യുമെനിക്കൽ, വെസ്റ്റിലുള്ളവരും ഈസ്റ്റിലുള്ള എല്ലാ സഭകളോടും ചേർന്നുള്ള കൗൺസിൽ ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. The beginning century councils were called ecumenical councils because both east and the west were involved in those councils. ആ 7 കൗൺസിൽ 6 കൗൺസിൽസിലെയും വിഷയം ജീസസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. Out of the 7 councils, 6 councils were related to Jesus' divinity. അപ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം, ഏർലി സെക്കൻഡ് സെഞ്ചുറി മുതൽ ഫസ്റ്റ് സെഞ്ചുറി മുതൽ തന്നെ ഹെററ്റിക്കൽ ടീച്ചിങ്ങുകൾ അറ്റാക്ക് ചെയ്തത് ഡിവിനിറ്റി ഓഫ് ജീസസിനെ പറ്റിയായിരുന്നു. From the first century itself, the heretical teachings attacked the divinity of Jesus or questioned the divinity of Jesus. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായി നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാ ദൈവമക്കളും യേശു ദൈവമാണെന്ന് ന്യൂ ടെസ്റ്റ്മെന്റിലൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന, യാഹ്വേ എന്ന് വിളിച്ചിരിക്കുന്ന, തെയോസ് എന്ന് വിളിച്ചിരിക്കുന്ന, ഈഗോ എയ്മി, ഐ ആം ഹി എന്ന് വിളിച്ചിരിക്കുന്ന ഈ പാസേജിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. That's why everybody in this congregation, all of you should have a clear understanding of Jesus' divinity and the references related in the scriptures as Yahweh, the Theos, and I am He. All the scriptures you should have very clearly in your mind. നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു സബ്ജക്റ്റ് തന്നെ ഞാൻ ഒരു 8-10 സെഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇന്ന് അത് അധികം പറയാനായിട്ട് സമയമില്ല. Today I don't have much time to speak of that, but if I have time, I need at least 8 to 10 sessions to teach that. ജീസസിന്റെ ഡിവിനിറ്റി പറയുമ്പോൾ അവിടുന്ന് ഒമ്നിപൊട്ടന്റ് ആയിരുന്നെന്നും ഒംനീഷ്യന്റ് ആയിരുന്നെന്നും ഒംനിപ്രസന്റ് ആയിരുന്നെന്നുമുള്ള ഒരു 3 വാക്യം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. I'm going to show you 3 words: omnipotent, omniscient, almighty God ആയിരുന്നു, omnipresence, he is everywhere, omnipresence ആയിരുന്നു, omniscient ആയിരുന്നു, omniscient എന്ന് പറഞ്ഞാൽ he knows everything. അങ്ങനെയുള്ള നമ്മുടെ ജീസസിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു 3 വാക്യം നിങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവരാം. I'm going to bring 3 scriptures to prove the omniscient, omnipotent, and omnipresence of the Philippians 3:20 എന്ന് നോക്കിയേ. Philippians 3:20. Philippians 3:20. Everyone open your Bible. Philippians. But our citizenship is in heaven. 3:21. 21 Yeah. is who by the power that enables him to bring everything under his control will transform our lowly bodies so that they will be like his glorious body. നിങ്ങളവിടെ ഒരു പ്രയോഗം കണ്ടോ? സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി എന്നൊരു പ്രയോഗമാണ്. By the power that enables him to bring everything under his control. Everything under his control. ജീസസിനെ പറ്റി പറയുന്ന വാക്യമാണ് ആ വാക്യം. That talks about Jesus. സകലത്തെയും തന്റെ വ്യാപാര ശക്തിയാൽ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആ മൈറ്റി പവർ ജീസസിനുണ്ട്. It talks about the mighty power of Jesus by which that enables him to bring everything under his control. See, omnipotence. There are many verses, പക്ഷെ നമുക്ക് ജസ്റ്റ് നമ്മുടെ സബ്ജക്റ്റ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ ഒരു കാര്യം omnipotent. Omnipotent we are going to see. അവിടുന്ന് omniscient ആയിരുന്നു എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയായിരുന്നു. Jesus was also omniscient. He was an all-knowing God. എത്ര വാക്യം ന്യൂ ടെസ്റ്റ്മെന്റിനകത്തുണ്ട്. നമ്മൾ ചിലടത്ത് വായിക്കുന്നുണ്ട്, കർത്താവ് അവരുടെ ഹൃദയം അറിഞ്ഞ് അവരോട് സംസാരിച്ചു. We read multiple verses in the Bible and we read that Jesus knew their heart when he talked to them. അവരെ അറിഞ്ഞതുകൊണ്ട് യേശു അവരെ വിശ്വസിച്ചില്ല. Because he knew them, he did not believe them. ലാസർ മരിക്കുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. Lazarus would die. Jesus told his disciples that Lazarus would die. യേശു പറഞ്ഞു, ഞാൻ 3-ാം നാള് ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞിരുന്നു. Jesus said, on the 3rd day I will resurrect. അത്തിയുടെ മുകളിൽ ഇരിക്കുന്നവന്റെ പേര് സഹിതം ജീസസിന് അറിയാമായിരുന്നു. Jesus knew the person who was sitting on the fig tree. Jesus knew his name. ഈ ഫിഗ് ട്രീയുടെ താഴെ ഇരുന്ന ആളെയും ജീസസിന് അറിയാമായിരുന്നു. Jesus knew the name of the person who was under the fig tree too. ഇതെല്ലാം ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് നിരവധി ഉണ്ട്. അതുകൊണ്ട് omniscient ആയിരുന്നു.
So there's multiple scriptures in the New Testament that shows that Jesus is omniscient. നിങ്ങൾ ജസ്റ്റ് റെഫറൻസ് നോട്ട് ചെയ്ത് John 2:24, John 4:148, John 2:24, John 1:48, John 13:11, John 13:11, 16 verse 30, chapter 16 verse 30, 21 verse 17, 21 verse 17, Matthew 11:27, Matthew 11:27, Matthew 28:18. There are number of references in the There's New multiple Testament. references. I hope you got all that. Uh, John 2:24, John 1:28, John 13:11, John 16:30, 21:17, 21:1, and Matthew 11:27 and Matthew 28:18. yeah, 20:24 to 27 ഉണ്ട് John 20:24 to 27. 20:24 to 27. അതായത് തോമസ് അവിടെ ഇല്ലായിരുന്നപ്പോ തന്നെ തോമസിനെ കർത്താവ് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം തോമസിനോട് പറയുന്നുണ്ട്. Even when Thomas was not there, Jesus told what he would talk to Thomas about. അയ്യാ അന്നേരം ഒംനിപ്പൊട്ടന്റ് ആയിരുന്നു, ഒംനീഷ്യന്റ് ആയിരുന്നു, അടുത്തത് ഒംനിപ്രസന്റ് ആയിരുന്നു. Next we are going to see omnipresent. Matthew 18 verse 20 ഒന്ന് നോക്കിയേ. Matthew 18 verse 20. Matthew 18:20. Very familiar verse ആണ് Matthew 18:20. Yeah, Matthew 18:20. And 2 or 3 gather. For where 2 or 3 are gathered in my name, there am I with them. നിങ്ങൾ ആ വാക്യം കണ്ടോ? ജീസസ് പറയുകയാണ്, Jesus saying, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ട്. for where 2 or 3 gather in my name, there am I with them. അങ്ങനെങ്കിൽ ആ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ഫാദർ ഗോഡിലുള്ള പോലെ തന്നെ ജീസസിലും തിരുവെഴുത്തിനകത്ത് വായിച്ചാൽ നമുക്ക് കാണാം. We see the divine, that whatever divine attribute Father God has, the same Jesus also has the divine attributes. ജീസസ് ഒംനിപൊട്ടന്റ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? What is the answer to if Jesus was omnipotent? Yes. He is omniscient. He is omniscient. Omnipresence. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. He is omnipresent. Where 2 or 3 are gathered, he is in the midst of them. അന്നേരം ഏകദേശം ജീസസിന്റെ ആ ഡിവൈൻ ആട്രിബ്യൂട്ട്സിനെ പറ്റി ഒരു സ്മോൾ അണ്ടർസ്റ്റാൻഡിങ് സ്ക്രിപ്ചറിൽ നിന്നുണ്ടായോ? I hope you got a small understanding of Jesus' divine attributes. നമ്മുടെ ടോപ്പിക്ക് മറക്കരുത്. Each person is fully God. The topic is each person is fully God. That's our main topic. ഇനി അടുത്ത ഡിവൈൻ ട്രിനിറ്റിയിലെ തേർഡ് പേഴ്സൺ നമ്മൾ വിളിക്കുന്ന ഹോളി സ്പിരിറ്റിനെ പറ്റിയും ചില കാര്യങ്ങളൊന്ന് പറയാം. Now I'm going to talk about Holy Spirit, the third person in Trinity. ഈ ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുമ്പം നമ്മുടെ ഇടയിലൊക്കെ ഏറ്റവും തെറ്റിദ്ധരിക്കുന്ന ഡിവൈൻ പേഴ്സൺ ആണ് ഹോളി സ്പിരിറ്റ്. Often there's a misconcept of Holy Spirit. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഹോളി സ്പിരിറ്റ് ഓംനീഷ്യന്റ് ആണോ, ഓംനിപൊട്ടന്റ് ആണോ, ഓംനിപ്രസൻസ് ആണോ? Let me ask you a question. Is Holy Spirit omniscient, omnipotent, or omnipresent? Is he a person? Is he a person? Is he a divine person? Yes. ആണോ? Yes. ഓക്കെ, നമുക്ക് അത് വളരെ ജീസസിന്റെ കാര്യം പഠിച്ച പോലെ വളരെ നീണ്ടു കിടക്കുന്ന ഒരു വിഷയമാണ്. It is an extensive topic, like we studied about Jesus. നമ്മള് each person is co-equal and co-eternal എന്ന് പറഞ്ഞെടുത്ത് ഹോളി സ്പിരിറ്റ് ഇറ്റേണൽ ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. When we studied about co-equal and co-eternal, we studied that Holy Spirit is co-eternal. അതുപോലെ തന്നെ ജീസസും co-eternal ആണെന്ന് പഠിച്ചിരുന്നു. We also studied that Jesus is co-eternal. Co-eternal ആണ്. അടുത്തത് co-equal ആണ്. 3 person co-equal ആണ്. ഞാൻ ഈ ഹോളി സ്പിരിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ജീസസിനെ സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയിലെ
ബിഷപ്പുമാര്, ബിഷപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാമല്ലോ, ബിഷപ്പ് എന്ന് പറഞ്ഞാലും പാസ്റ്റർ എന്ന് പറഞ്ഞാലും എൽഡർ എന്ന് പറഞ്ഞാലും സെയിം വേർഡാണ് സ്ക്രിപ്ചറിനകത്തുള്ളത്. അതുകൊണ്ട് ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ ആ ചർച്ചിലെ പാസ്റ്റേഴ്സിനെ വിളിച്ചിരുന്നത് എൽഡേഴ്സ് എന്നാണ്. എൽഡേഴ്സ്. The term bishop, pastor or elder is all the same meaning, and in early വൺ പേഴ്സണെ തന്നെ വിളിക്കുന്ന പേരാണ്. same one person but different title, same title. It means the same job function, and they are in the early century they were called elders. എൽഡേഴ്സ് എന്നുണ്ട്, പ്രസ്പിറ്റേഴ്സ് എന്നും വിളിക്കുന്നുണ്ട്. They also called presbyter. അതുകൊണ്ട് അത് ഞങ്ങളുടെ പാസ്റ്ററാണ്, ഇത് ഞങ്ങളുടെ ബിഷപ്പാണെന്ന് പറയരുത്. ബോത്ത് ആർ സെയിം ആണ്. Pastor, the term pastor and bishop is also the same term for the same. അത് ഞങ്ങളുടെ എൽഡർ ആണ്, ഇത് ഞങ്ങളുടെ പാസ്റ്റർ ആണ്. നോ, ഒരാൾ തന്നെയാണത്. The elder and the pastor also same. അതുകൊണ്ട് എൽഡറിനെ പാസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് എൽഡർ. The pastor can also be called elder. അങ്ങനെ സ്ക്രിപ്ചർ പറയുന്നത്. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ആക്ട്സ് 20:28 വായിക്കണം. ആക്ട്സ് 20:28. 20:28. ഫസ്റ്റ് പീറ്റർ 5:1 ഈ രണ്ട് വാക്യം വായിച്ചാൽ, First Peter 5:1. അവിടെ ഈ എൽഡർ എന്ന വാക്കും പാസ്റ്റർ എന്ന വാക്കും ബിഷപ്പ് എന്ന വാക്കും ഒക്കെ അവിടെ വരുന്നുണ്ട്. We see this term elder, bishop, pastor, all those terms in First Peter 5:1 and in Acts 20:28. ഈ രണ്ട് വാക്യം വായിച്ചാൽ കൃത്യമായിട്ട് അവിടെ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് സമയമില്ല. ഈ ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ ഒരു കാര്യം ഞാൻ നിങ്ങളെ 1-2 അപ്പോസ്റ്റോലിക് ഫാദേഴ്സിന്റെ പേരൊന്ന് പറയാം, ഒന്ന് പഠിക്കണം. I'm going to tell you about a couple of apostolic fathers. You have to study them, know them. അത് എന്നെ ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിത് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലെമന്റ് ഓഫ് റോം, അതായത് ലേറ്റ്, അദ്ദേഹത്തിന്റെ ഡേറ്റ് late 100 ആണ് എന്ന് പറഞ്ഞാൽ ഒരു 90 യോഹന്നാന് ശേഷം. After John the Apostle, sorry. After John the Apostle, close to that early 100s, Clement of Rome was there. Clement of Rome അതിനുശേഷം വരുന്ന ഒരു ബിഷപ്പാണ്. He's a bishop who follows John the Apostle after that. അദ്ദേഹത്തിന്റെ സെക്കൻഡ് സെഞ്ചുറിയിലെ റൈറ്റിംഗ്സ് എൻ്റെ നോട്ട്സ് ഉണ്ട്, ഇപ്പൊ അത് മുഴുവൻ പറയാൻ സമയമില്ല. ജീസസിനെ അഡ്രസ് ചെയ്തേക്കുന്നത് ഗോഡ് എന്ന് വിളിച്ചാണ്. ഗോഡ്. He addressed Jesus as God. He was in the second century. His writings show Jesus as God. അതിനുശേഷം അന്ത്യോക്കിയിലുള്ള അതേ സമയത്ത് തന്നെ അന്ത്യോക്കിയിൽ എൽഡർ ആയിരുന്ന ഇഗ്നേഷ്യസിന്റെ എഴുത്തുകളിൽ നിരവധി തവണ യേശുവിനെ ഗോഡ് എന്നാണ് അഡ്രസ് ചെയ്തേക്കുന്നത്. Ignatius, who lived in the second century, he addressed Jesus as God multiple times. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ചരിത്രമാണ് ബുക്ക് ഓഫ് ആക്ട്സ്, ലെറ്റേഴ്സ്. ഇത് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ചരിത്ര ഗ്രന്ഥം കൂടെയാണ്. As the Acts of the Apostles and the letters that Paul wrote are all inspired scriptures, but it is also a history. While it is inspired scripture, it is still a history too. അതുകൊണ്ട് നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ ചരിത്ര പുസ്തകമായ അല്ലെങ്കിൽ ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആയ ദൈവവചനത്തിൽ നിന്ന് നമുക്കറിയാം ജീസസിനെ ഗോഡ് എന്നാണ് അഡ്രസ് ചെയ്തത്. We see that Jesus is addressed as God in the early scripture, in the early first century scriptures and in the historical book also. സെക്കൻഡ് സെഞ്ചുറിയിലെ പ്രോമിനന്റ് റൈറ്റേഴ്സ് ആണ് പോളികാർപ്പ്, ക്ലെമന്റ് ഓഫ് റോം, ഇഗ്നേഷ്യസ്, മെലിറ്റോ, സർദീസ്. ഈ 3 പേരുടെ പേര് മറക്കരുത് കേട്ടോ. ഒന്ന് ക്ലെമന്റ് ഓഫ് റോം, Ignatius and മെലിറ്റോ ഓഫ് സർദീസ്, സർദീസിലെ മെലിറ്റോ. ഇവര് 3 പേരും ഇവരുടെ സെക്കൻഡ് സെഞ്ചുറി റൈറ്റിംഗ്സിൽ ജീസസിനെ ഗോഡ് 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 എന്നാണ് അഡ്രസ് ചെയ്തേക്കുന്നത്. They address Jesus as God in their second century writings. ഞാൻ ഇഗ്നേഷ്യസിന്റെ ഒരു കോട്ട് വായിച്ച് കേൾപ്പിക്കാം. There is one physician of flesh and of spirit,
generate and ingenerate God in man, true life in death, both from Mary and from God, first possible and then impossible, Jesus Christ our Lord. കണ്ടോ, ജീസസിനെ അഡ്രസ് ചെയ്തേക്കുന്നുണ്ടോ? ബോത്ത് ഗോഡ് ആൻഡ് മാൻ. So Jesus is both God and man, he addresses. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലെമന്റിന്റെ എഴുത്തിനകത്തും ജീസസിനെ ഗോഡ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ഗോഡ്. Even Clement of Rome in his writings he addresses Jesus as God. ഈ ഞാൻ അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ഞാൻ അയച്ചു തന്നെ. സൂമിലുള്ളവരത് കണ്ടോണം, അല്ലെങ്കിൽ നാളെ യൂട്യൂബിൽ കാണുന്നവർക്ക് അത് നോട്ട് ചെയ്യാം. 2nd സെഞ്ച്വറിയിൽ മെലിറ്റോ സർദീസ് എന്ന് പറയുന്ന ആ എൽഡർ അല്ലെങ്കിൽ ആ ബിഷപ്പ് അല്ലെങ്കിൽ ആ പ്രസ്പിറ്റർ, അദ്ദേഹം ജീസസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് മനോഹരമായൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. Melito of Sardis in the 2nd century, who lived in the 2nd century, he addressed Jesus and wrote a beautiful song. ആ പാട്ട് സൂമിലുള്ളവരതൊന്ന് വായിച്ചുകൊള്ളുക. അത് മുഴുവനൊന്നും വായിക്കാനായിട്ട് സമയമില്ല. ഈ ഒരു ലൈൻ മാത്രം ഒന്ന് വായിച്ചേപ്പിക്കാമോ? ആദ്യത്തെ ഈ ഇത്ര ഇവിടെ വരെ. He who hung the earth in place is hanged. He who fixed the heavens in place is fixed in place. He who made all things fast is made fast on a tree. The sovereign is insulted, God is murdered. ആ പാട്ടിന്റെ ആദ്യത്തെ സ്റ്റാൻസയാണ്. കണ്ടോ? അങ്ങനെങ്കിൽ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മളോട് ആളുകൾ ചോദിക്കുക, ജീസസിനെ ഗോഡ് എന്ന് വിളിച്ചിട്ടുണ്ടോ? അന്നേരം നമ്മൾ പറയണം, വെരി ഫസ്റ്റ് സെഞ്ച്വറിയിലെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്, നിങ്ങൾ ഇനിയും ഇതിനെ സ്ക്രിപ്ചറായിട്ട് അംഗീകരിക്കുന്നില്ലാത്തവരോട് പറഞ്ഞാലും ഈ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ഞങ്ങൾക്ക് ഇത് ഇൻസ്പയർഡ് സ്ക്രിപ്ചറാണ്. ഇതിനകത്ത് ജീസസിനെ തെയോസ് എന്ന് വിളിക്കുന്നുണ്ട്, ജീസസിനെ ഈഗോയേമി അയാം ഹി എന്ന് വിളിക്കുന്നുണ്ട്, ജീസസിനെ യാഹുവേ എന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട്, പിതാവിനെ വിളിച്ചിരിക്കുന്ന അതേ പേര് തന്നെ യേശുവിനെ വിളിക്കുന്നുണ്ട്. ഡയറക്റ്റ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള റെഫറൻസസ് ഉണ്ട്. 2nd സെഞ്ച്വറിയിലെ റൈറ്റേഴ്സ് ആയിരുന്ന മെലിറ്റോ സർദീസ് ജീസസിനെ ഗോഡ് എന്ന് വിളിച്ച് പാട്ടുപാടുന്നുണ്ട്. 2nd സെഞ്ച്വറിയിലെ റൈറ്റേഴ്സ് ആയിരുന്ന ക്ലെമന്റ് ഓഫ് റോം, ഇഗ്നേഷ്യസ്, ഇവരൊക്കെ ജീസസിനെ അഡ്രസ് ചെയ്തത് ഗോഡ് 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 എന്നാണ്. അതുകൊണ്ട് ആര് നമ്മളോട് ചോദിച്ചാലും ജീസസ് ഈസ് ഗോഡ്, ദ 2nd person of Trinity. ജീസസ് ഈസ് ഫുള്ളി ഡിവൈൻ എന്ന് ഐപിക്കോസിലെ ദൈവമക്കൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. If anybody questions you on the divinity of Jesus Christ, you should very clearly and explicitly tell them that Jesus is Yahweh, Egoim, and Theos. Egoimi. And Theos. You should be able to explain that explicitly based on the scriptures. You can tell them the scripture is an inspired word for us, but even if you don't believe in that inspired scripture, you can still believe it as a historical book, and it is mentioned that Jesus Christ is God. And even the 1st century Clement of Rome and Ignatius and Melito of Sardis has also composed a song based on Jesus as God. Melito ആണ് പാട്ട് പാടിയത്. Melito of Sardis composed a song of Jesus as God. ഇനിയും ന്യൂ ടെസ്റ്റ്മെന്റിൽ ജീസസിനെ ഗോഡ് എന്ന് വിളിക്കുന്ന ഒരു പാട്ടാണ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:5-11. അതെങ്ങനെ തുടങ്ങുന്നേ? ദൈവമായിരുന്നവൻ, ദൈവത്തോടുള്ള ദാറ്റ്. നിങ്ങളുടെ ട്രാൻസ്ലേഷൻ നോക്കിയേ, അതൊരു പോയറ്റിക്കൽ സ്റ്റൈലിലാണോ ഇംഗ്ലീഷ് ബൈബിൾ എഴുതി വെച്ചേക്കുന്നതെന്ന്, അതോ സാധാരണ ഒരു സ്റ്റൈലിലാണ് എഴുതി വന്നേക്കുന്നത്? ഈ ഫിലിപ്പിയൻസ് 2:5 onwards, Philippians 2:5 6 onwards കണ്ടോ? ആ റൈറ്റിംഗ് സ്റ്റൈല് കണ്ടോ? പോയറ്റിക്കൽ സ്റ്റൈലിലാണല്ലോ അതിന്റെ റൈറ്റിംഗ് വന്നേക്കുന്നത് നിങ്ങളുടെ ട്രാൻസ്ലേഷനിൽ. If you look in your scripture, it has a different style of writing. Who being in very nature. എന്ന് പറഞ്ഞാല് സാം എഴുതുന്ന അതേ സ്റ്റൈലിലാണ് അത് എഴുതി വന്നേക്കുന്നത് ആ വാക്ക്. If you look in the scriptures, it is written in the same similar way that the Psalms have been written. The writing style of it. അതിനെ ഗ്രീക്ക് വിളിക്കുന്നത് കാർമെൻ ക്രിസ്റ്റി എന്നാണ്. ആ പാട്ടിനെ കാർമെൻ ക്രിസ്റ്റി, CARMEN, കാർമെൻ ക്രിസ്റ്റി. അതിന്റെ ഇംഗ്ലീഷ് ദ ഹിം to Christ as God, the hymn
HYMN, the hymn to Christ Christ as as God. God. നോക്കിയേ, അന്നേരം ഫസ്റ്റ് സെഞ്ചുറിയിലെ ദൈവമക്കള് ജീസസ് ഗോഡ് ആണെന്നും പറഞ്ഞ് പാടുന്ന പാട്ടായിരുന്നത്. In the first century, the children of God, they sang Jesus as God. They sang this song, Philippians 2:6 onwards. കണ്ടോ, ആ പാട്ട് കൃത്യമായിട്ട് യേശു ദൈവമായിരുന്നെന്ന് പറഞ്ഞില്ലേ തുടങ്ങുന്നത്? It's clearly, Who being in very nature of God. it says, who being in very nature of God. കഴിഞ്ഞ ആഴ്ചത്തെ ആ വാചകം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ? Do you remember the statement that last week's statement? Eternal covenant of redemption. എന്നെ എല്ലാവരോടും ഇങ്ങനെ എന്നത്തെ നോക്കുന്നേ? Eternal You'll remember the eternal covenant of redemption. അത് ഇങ്ങനെ ചുമ്മാ വണ്ടി ഓടിച്ചോടെ വരുന്നേ ഉള്ളൂ, ഇതൊന്നും കേൾക്കുന്നൊന്നും ഇല്ലയോ? You remember the eternal covenant of redemption, where the eternal Father they three made the covenant, and then Jesus emptied himself after the ട്രിനിറ്റി ക്ലാസ്സിന് ശേഷം നമുക്കൊരു എക്സാം ഇടാം. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ? I hope you understood. ഇനിയും ന്യൂ ടെസ്റ്റ്മെന്റിൽ യേശുവിനെ പറ്റി പാടുന്ന മറ്റൊരു പാട്ടുണ്ട്, കൊലോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 16 to 18. അത് നിങ്ങൾ നോക്കിയേ, ആ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് അങ്ങനെ, കൊലോസിയൻസ് 1:16 to 18. അത് എല്ലാ ട്രാൻസ്ലേഷനും അങ്ങനെയല്ല. ഇവിടെ ഇത് സൂപ്രമസി ഓഫ് ദ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഇതും അവര് പാടിക്കൊണ്ടിരുന്ന പാട്ടായിട്ടാണ് വേദപണ്ഡിതന്മാര് പറയുന്നത്. This is also another song that they sang in the first century. The Colossians chapter 1 verse 16 to 18. Yeah. ഇപ്പൊ നിങ്ങൾക്ക് ജീസസിന്റെ ആ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ഫുള്ളി ഗോഡ് ആണെന്നുള്ളത് ആര് ചോദിച്ചാലും പറയാൻ അറിയാമല്ലോ. Now you will be able to answer to anybody who asks questions you about the attribute of Jesus Christ as God. അത് പറയത്തില്ലേ? Will you be able to say? നാളെ നിങ്ങൾ എല്ലാവരും വീട്ടിലെങ്ങാനും ഫ്രീ ആയിട്ടിരിക്കുമ്പം ഈ യാഹുവേ ജഹോവ വിറ്റ്നസസും എല്ലാം വരാമെങ്കിൽ ഡോർ തുറക്കണം. ഡോർ തുറന്നിട്ട് ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ട് പതിയെ അങ്ങോട്ട് സംസാരിക്കണം. സംസാരിച്ചിട്ട് ഹോമോസിയോസും 1 ബീയിങ്ങും 3 പേഴ്സണും ഒക്കെ അങ്ങോട്ട് പറയണം. നാളെ പിന്നെ ഒന്നെങ്കിലും ഒരു മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ പിന്നെ ആ പരിസരത്തൂടെ അവർ വരികയില്ല. If any Jehovah's Witnesses knock on your door, you should invite them and talk to them about the homoousios and one person, one being and 3 persons. You should talk, and once you start talking, they either won't come to your house or they will be saved. നമ്മൾ ഈ പറഞ്ഞ അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ അത്രയും Do കാര്യം you understand all this, what I tried to teach you ജീസസിന്റെ ഡിവിനിറ്റി വരെ. about Next, Jesus? the person of the Holy Spirit, the personhood of the Holy Spirit. The personhood of Holy Spirit we're going to talk about. വളരെ പെട്ടെന്ന് ഞാൻ അത് പറഞ്ഞു വിടാം. I'm going to talk about it quickly. ഒരു ചെറിയ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. Let me give you a historical background about the Holy Spirit first. ഫസ്റ്റ് സെഞ്ചുറിയിൽ ഹോളി സ്പിരിറ്റിനെ പറ്റി കാര്യമായ പ്രശ്നമൊന്നും സഭകളിൽ ഉണ്ടായിരുന്നില്ല. In the first century, there was no issues or problems in relation to Holy Spirit. സെക്കൻഡ് സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ഹോളി സ്പിരിറ്റിനെ പറ്റിയൊക്കെ ഒരു മൊണ്ടേനിയനിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, മൊണ്ടേനിയനിസം ഒന്ന് ഓർക്കണം കേട്ടോ, മൊണ്ടേനിയനിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ 27 ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്ക് അല്ലാതെ ഇനിയും ദൈവത്തിന് നമ്മളോട്, ഹോളി സ്പിരിറ്റിന് നമ്മളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആ നിലയിൽ ഒരു കൾട്ടായി മാറിയ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതാണ് മൊണ്ടേനിയനിസം. In second century, there arose a cult group called Montanism, and they said they wanted to add more books to the scripture, and they said the Holy Spirit is talking to us, and they became a cult. ഈ നിങ്ങൾക്കറിയാമല്ലോ ജാക്കോബൈ ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് The ചർച്ചസ്, Eastern Orthodox Church. അവര് പറയുന്നത് ബൈബിളിന്റെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാനോൻ ഈസ് നോട്ട് ക്ലോസ്ഡ്, ഇറ്റ് ഈസ് ഓപ്പൺ. They say that the biblical canon is not closed, it is still open. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്നറിയാമോ?
എന്നിട്ട് അവർ പറയുന്നത് ഇന്നും ബൈബിളിനോട് പുസ്തകങ്ങൾ ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇന്നും ആഡ് ചെയ്യാം. What the Eastern Orthodox people say is now you can still add books to the scriptures. It is still an open canon. It is not closed. It is not closed. പക്ഷേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചിന്തിക്കണം, സെക്കൻഡ് സെഞ്ചുറിയിൽ ഇനിയും വെളിപ്പാടുകൾ ദൈവത്തിനുണ്ട് മനുഷ്യനോട് പറയാനെന്ന് പറഞ്ഞ മൊണ്ടേനിനിസത്തെ ഏർലി ചർച്ച് ഹെറസി എന്നാണ് വിളിച്ചത്. In the early churches called the second century Montanism as heresy. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചേ? Why did they call it heresy? ഇനിയും കാനോനിക്കൽ സ്ക്രിപ്ചർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. Because they said there's more canonical scriptures. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ മൊണ്ടേനിയൻ എന്ന് പറയുന്ന ആൾക്ക് 2 പെമ്മക്കൾ ഉണ്ടായിരുന്നു. ഞാൻ ആ പേര് മറന്നുപോയി. മാക്സിമ സംതിങ്, ഐ ഫോർഗോട്ട്. അവർക്ക് പ്രത്യേക വരവുണ്ടെന്നും ഇനിയും കാനോനിക്കൽ സ്ക്രിപ്ചർ 28ാമത്തെ 30ാമത്തെ ബുക്ക് എഴുതാമെന്നൊക്കെ പഠിപ്പിച്ചപ്പം ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ എൽഡേഴ്സ് ബിഷപ്പ് പറഞ്ഞു, നോ, 27 പുസ്തകങ്ങളെ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളൂ. പോളിന്റെ 13 എപ്പിസോഡ്സേ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളൂ. സ്ക്രിപ്ചറിന് പുറത്ത് ഇനി എക്സ്ട്രാ റെവലേഷൻ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ച ഗ്രൂപ്പിനെ കൾട്ടിക് ഗ്രൂപ്പായിട്ട് ഏർലി ക്രിസ്ത്യാനിറ്റി എണ്ണിയെങ്കിൽ ഇന്നും കാനോൻ ക്ലോസ് അല്ല എന്ന് പറയുന്നവർ ഏത് ഗണത്തിൽ പെടുമെന്ന് ചിന്തിച്ചുകൊള്ളുക. So Montanianism, he had 2 daughters and they had scriptural revelation, he said, and they wanted to add that revelation as books into the scriptures. But the early first century Christianity, its early church father said, no, the canon is closed. There's only 27 books in the New Testament, including Paul's letters. Other than that, no canonical books added. So, but the Eastern Orthodox churches still say it is still open and books can be added. So you judge, or you think to yourself, which group does the Eastern church belong to? Orthodox church. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ അവിടെ പറഞ്ഞാൽ അങ്ങ് ഒത്തിരി പോകേണ്ടി വരും അങ്ങോട്ട്. I'm not going in detail into that. ഞാൻ പറഞ്ഞു വന്നത് അന്നേരം ഹോളി സ്പിരിറ്റിനെ പറ്റി തെറ്റായി പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. The wrong teaching started in the 2nd century about Holy Spirit in the 2nd century. 3rd century beginning. 3rd century beginning. 4th centuryയിൽ എല്ലാവരും ഓർക്കുന്നല്ലോ, കൗൺസിൽ ഓഫ് നൈസിയ. ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞ കൗൺസിൽ ഓഫ് നൈസിയ. Council of Nicaea that took place in the 4th century. 323. സെക്കൻഡ് കൗൺസിൽ നടക്കുന്നത് 381 കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. The second council that took place was Council of Constantinople. That was 381. 381 ആ കൗൺസിലിന് അവിടെ ആ ഈ 323ക്കും 381 ഇടയിൽ വളരെ പ്രശ്നമുണ്ടായ ഒരു വിഷയമാണ്, ഈസ് ഹോളി സ്പിരിറ്റ് ഫുള്ളി ഗോഡ്? Between 323 and 381, between these 2 councils, questions arose: is Holy Spirit God? Is he a fully person? Is he a fully person? അവിടുത്തെ അന്നത്തെ ആ പ്രശ്നം പറയാം. അത് പറഞ്ഞാലേ നമുക്ക് വിഷയത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. 2ാം നൂറ്റാണ്ടിലെ പ്രശ്നം, 2 ഗ്രൂപ്പ് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. 2 ഗ്രൂപ്പ് ആളുകൾ. In the 2nd century, there were 2 groups of people. ഞാനിങ്ങനെ കുറച്ച് ഇസവും കുറച്ച് പേരും ഒക്കെ പറയുന്നത് നിങ്ങൾ ഇനി അതൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനത്തെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു എന്ന് ഓർക്കണം. When I say multiple names, even if you don't remember everything, at least it will ring a bell when you hear those names. ഈ 4th centuryയിൽ 2 പേര് വലിയ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഹോളി സ്പിരിറ്റിന്റെ പേഴ്സൺഹുഡിനെയും ഡീറ്റിക്കെതിരെയും എഴുന്നേറ്റു. In the 4th century, 2 people rose against the deity of the Holy Spirit and the personhood of Holy Spirit. ആ 2 പേരുടെ പേര് ഇതാണ്: മാസിഡോണിയൻസ് ആൻഡ് ന്യൂമാറ്റോമാക്കി. മാസിഡോണിയൻ MACEDONIANS, മാസിഡോണിയൻസ്. PNEUMATOMACHI, ന്യൂമാറ്റോമാക്കി. ഈ 2 പേര് പേഴ്സൺഹുഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റും ഡീറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റിനെയും ഡിനേ ചെയ്തുകൊണ്ട് അവർ എഴുന്നേറ്റു. These 2 people, Macedonians and the Pneumatomachis, they questioned the personhood of Holy Spirit. The personhood and the divinity of the Holy Spirit. നിങ്ങൾ
നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ 3 കപ്പദോക്യൻ ഫാദേഴ്സിന്റെ പേര് ഓർക്കുന്നുണ്ടോ? Do you remember the 3 Cappadocian fathers that we mentioned in the first class? ഈ നോട്ട് എഴുതാത്ത ആളുകളെല്ലാം കൂടെ എന്നോടൊന്ന് പറഞ്ഞ് ഈ കപ്പദോക്യൻ ഫാദേഴ്സിന്റെ പേര്. ഗ്രിഗറി ഓഫ് നിസ, ഗ്രിഗറി ഓഫ് നിസിയാൻസൻ, ബേസിൽ ഓഫ് കൈസരിയ. ഈ ബേസിൽ ഓഫ് കൈസരിയ ആണ് ഇവർക്കെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പോരാടിയതും ഹോളി സ്പിരിറ്റ് എന്ന പേരിൽ മനോഹരമായ ഒരു തിസീസ് അദ്ദേഹം എഴുതുകയും ചെയ്തു. This Basil of Caesarea, he is the one who wrote a beautiful thesis against these 2 people who questioned the personhood and deity of Jesus Christ, of Holy Spirit. ഓക്കെ, ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടല്ലോ. ഹോളി സ്പിരിറ്റിന്റെ പേഴ്സൺഹുഡിനെ പറ്റിയും ഡിവിനിറ്റിയെ പറ്റിയും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. There was questions about personhood and deity of the Holy Spirit. ഇനി നമുക്ക് വളരെ ക്വിക്കായിട്ട് ഹോളി സ്പിരിറ്റ് പേഴ്സൺ ആണോ ഡിവൈൻ ആയിരുന്നോ എന്ന് പെട്ടെന്ന് നോക്കാം. Let's look at the divinity of the Holy Spirit. ബൈബിൾ എല്ലാവരും ഒന്ന് എടുത്തേ, ബൈബിൾ എല്ലാവരും എടുത്തേ. പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഹോളി സ്പിരിറ്റ് യാഹുവേ ആയിരുന്നെന്നും ഹോളി സ്പിരിറ്റിനെ യാഹുവേ എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വിളിച്ചേക്കുന്ന റെഫറൻസും കണ്ടിരുന്നു. Last week we studied about where Holy Spirit was called Yahweh. Very explicitly we studied that. ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇത് കേവലം ഫോഴ്സ് മാത്രമായിരുന്നു അത് പേഴ്സൺ ആയിരുന്നു എന്നുള്ളതാണ്. Now we're going to see, is Holy Spirit just a force or is it a person? ഈ നമ്മള് ഈ യഹോവ വിറ്റ്നസസിനോട് സംസാരിക്കുമ്പോൾ അവര് പറയും ഈ ഹോളി സ്പിരിറ്റ് എന്നുള്ളത് ഗ്രീക്കില് കൊടുത്തിരിക്കുന്നത് നമ്മൾ വായിച്ച ന്യൂട്രൽ ജെൻഡറിലാണ്. Holy Spirit is mentioned in Greek terminology as in neutral gender. അതുകൊണ്ട് ഇറ്റ് എന്ന് വിളിക്കണമെന്ന് അവർ പറയും. So the Jehovah's Witness will tell you that you have to call Holy Spirit it. It എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് മിയർ ഫോഴ്സ് ആണ്, പേഴ്സൺ അല്ല എന്ന് പറയും. They say it's mere force but not a person. കാരണം അവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂട്രൽ ജെൻഡറിലാണ് ഹോളി സ്പിരിറ്റിനെ കൊടുത്തേക്കുന്നത്. Because it's of neutral, gender neutral. അതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഗ്രാമാറ്റിക്കൽ അറിയാമല്ലോ. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പോലെ ഗ്രീക്കിൽ ന്യൂട്രൽ ജെൻഡർ ആയതിനെ ഇറ്റ് എന്ന് വിളിക്കേണ്ട കാര്യമില്ല. In Greek thing, you don't need to call neutral gender it, like we call it, say it in English. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ അങ്ങനെ ഒരു നിയമം ഗ്രീക്കിലില്ല. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഓക്കെ, ഞാനത് പിന്നെ പറയാം, എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് പോയി. ഞാനൊരു കാര്യം ഗ്രീക്കിലെ അങ്ങനത്തെ ഒരു പ്രത്യേക പ്രയോഗം ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരുന്നത് പറയാൻ എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇറ്റെന്ന് ഇംഗ്ലീഷിലെ അതേ അർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷയിലെ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. In English we use the term word it, but in Greek you cannot use that it there. ഓക്കെ, ഇതൊന്ന് വായിച്ചു കേൾപ്പിച്ചാൽ അവർക്ക് മനസ്സിലാവുമായിരിക്കും. ഈ ഭാഗം ഒന്ന് പെട്ടെന്ന് വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും ലിസൺ ടു ഹർ വെരി കെയർഫുള്ളി. ഇവിടെ തൊട്ട് Holy Spirit. Holy Spirit in Greek is the okay. Holy Spirit in Greek is the neuter gender, and it is, but Greek genders do not necessarily indicate personality. Inanimate things can have masculine and feminine genders, and personal things can have the neuter gender. We cannot automatically insert the pronoun it when referring to every neuter noun any more than we should always insert the pronoun she for love. Since love is in Greek is feminine, instead, we determine whether the Holy Spirit is personal, the same way we would demonstrate that the Father or the Son is a person. അത്ര ഏകദേശം കിട്ടിയില്ലോ, ഏകദേശം. I hope you understood. അതൊക്കെ ഈ ഒരു സെമിനാർ ലെവലിലായിരുന്നു ഇതെല്ലാം പഠിപ്പിച്ചായിരുന്നു, പക്ഷെ വേണ്ട. ഓക്കെ, അപ്പം ഇറ്റെന്ന് വിളിക്കാൻ പറ്റില്ല, കാര്യം ഗ്രീക്കിൽ അങ്ങനെ ഇല്ല. You cannot call the Holy Spirit it because there is in Greek there's no term like that. എന്നാൽ സ്ക്രിപ്ചറിലേക്ക് നമ്മൾ വന്നാൽ ഹോളി സ്പിരിറ്റിനെ പറ്റി തന്നെ ഇപ്പൊ ഞാൻ എന്നെ പറ്റി പറയണമെങ്കിൽ ഐ മീ എന്ന് പറയണം. If Holy Spirit has to talk, if I have to talk about myself, I talk as saying in my I or me first. അങ്ങനെ പറയണം. ഹോളി സ്പിരിറ്റ് അങ്ങനെ തന്നെയാണ് തന്നെ പറ്റി പറഞ്ഞേക്കുന്നത്. Holy Spirit also speaks in the same way, I, me. Acts 13:2 ഒന്ന് നോക്കി. Acts 13:2 വളരെ ഫാസ്റ്റ് ആയിട്ട് നോക്കി. The personhood of the Holy Spirit നമുക്ക് പെട്ടെന്ന് നോക്കാം. While they were worshiping the Lord and fasting, the Holy Spirit said. Holy Spirit said.
We set apart for me Barnabas and Saul for the work to which I have called them. Which I have called them. കണ്ടോ നിങ്ങളെ പദം? To which I have called them. ആ പേഴ്സൺ സംസാരിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് തന്നെ പറ്റി തന്നെ, അല്ലെങ്കിൽ ആ പ്രോണൗൺ പറയുകയാണ്, I have called them. Holy Spirit is saying clearly, I have called them, the pronoun I. നിങ്ങൾ കണ്ടല്ലോ, I have called them. ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ഞാൻ അവരെ അയക്കുന്നു എന്നാണ് ആ വാക്യത്തിൽ വായിക്കുന്നത്. We read that I have called them and I'm sending them for the work that I've called them. അങ്ങനെങ്കിൽ നമ്മൾ ഇപ്പോ പറഞ്ഞ ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഹോളി സ്പിരിറ്റിനെ തന്നെ ഞാൻ എന്നാണ് വിളിക്കുന്നത്. Holy Spirit calls, Holy Spirit I or myself. ഇനിയും അങ്ങനെ ഒരു റെഫറൻസ് കൂടെ വേണമെങ്കിൽ നോട്ട് ചെയ്തു. Acts 10:19-20 and 20 അവിടെയും ഈ സെയിം നിലയിലുള്ള വാക്യം കാണാം. Acts 10:19-20. ഓക്കെ, അവിടെ ഇപ്പം ഐ എന്ന വാക്ക് കണ്ടല്ലോ, ഞാൻ. ഒരിക്കലെങ്കിലും ഒരു മിയർ ഫോഴ്സിനെ ഞാൻ അയക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? A mere force cannot say I am sending. No. അന്നേരം ഹോളി സ്പിരിറ്റിനെ ന്യൂട്രൽ ജനറലാണ് പറഞ്ഞേക്കുന്നതെങ്കിലും ഹോളി സ്പിരിറ്റിനെ സംസാരിക്കുമ്പോൾ When though your Holy Spirit is mentioned in a neutral gender, when the Holy Spirit speaks, the Holy Spirit says I have called them എന്നാ വായിക്കുന്നത്. I have called them. ഇനിയും ഈ ഹോളി സ്പിരിറ്റിനെ ജീസസ് എങ്ങനെ അഡ്രസ് ചെയ്യുന്നതെന്ന് അറിയാമോ? How does Jesus address the Holy Spirit? ഹോളി സ്പിരിറ്റിനെ തന്നെ പറയുകയാണ്. One, Holy Spirit talks about Holy Spirit itself. Now Jesus talks. Spirit is referred to by the Son as a person. So Jesus refers to the Holy Spirit as a person. John 15:26 എന്ന് നോക്കിയേ. John 15:26. Everyone open the very fast. The time is going. When the advocate comes, whom I will send to you from the Father, the Spirit of truth who goes out from the Father, he will testify about me. Jesus പറയാണ്, he will testify about me. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. Jesus is saying the Holy Spirit, he will testify about me. എന്ന് പറഞ്ഞാൽ Holy സ്പിരിറ്റിനെ ജീസസ് വിളിക്കുകയാണ് he. Jesus addresses Holy Spirit as he. നോക്കിയേ, ഒരു ഇലക്ട്രിസിറ്റിയെ അങ്ങനെ വിളിക്കാനായിട്ട് പറ്റുമോ? ഒരു പവറിനെ അങ്ങനെ വിളിക്കാനായിട്ട് പറ്റുമോ? നോ. We cannot call a power or ഇത് a force. കണ്ണടച്ചിട്ട് ഗ്രീക്കിൽ ന്യൂട്രൽ ജനറലാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ യഹോവസാക്ഷികൾ എന്ത് ചെയ്തേക്കുന്നത്? ജഹോവനസ് തന്നെ ചെയ്തേക്കുന്നത് അറിയുമോ? ഹോളി സ്പിരിറ്റിന്റെ ലോവർ കേസ് ആക്കിയാണ് എഴുതി വെച്ചേക്കുന്നത് അവരുടെ പുസ്തകത്തിനകത്ത്. In the Jehovah Witness scriptures, they have written Holy Scripture, the small letter H, as a neutral gender. എന്നാൽ നിങ്ങൾ വായിച്ചത് കേട്ടോ, എല്ലാരും കേട്ടായിരുന്നല്ലോ, അങ്ങനല്ല അതിന്റെ നിയമം. It is not like that. We read the scripture. ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുകയാണ്, I have sent them, I have called them. The Holy Spirit says about Holy Spirit itself, I have called them, I have sent them. I set apart for them. I have set them apart. I set them apart. ഇപ്പൊ ജീസസ് ഹോളി സ്പിരിറ്റിനെ വിളിക്കുകയാണ്, he will testify about me. Now Jesus is telling about the Holy Spirit, he will testify about me. ജോൺ ഈ ഹോളി സ്പിരിറ്റിനെ പറ്റി പഠിക്കാൻ ഏറ്റവും എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് John 14, 15 and 16. John chapter 14, 15, 16 talks very explicitly. ഈ 3 അധ്യായം വായിച്ചാൽ തന്നെ 3 distinct പേഴ്സണെ കൃത്യമായിട്ട് അവിടെ കാണാം. You can see about the 3 distinct persons in these 3 chapters. ഈ 3 അധ്യായം വായിച്ചാൽ തന്നെ നമുക്ക് മോഡലിസത്തിനകത്തെ ആ അറിവില്ലായ്മ മനസ്സിലാക്കാനായിട്ട് കഴിയും. When we read about these 3 scripture chapters, we will understand the modalism, the understanding that they had. What is modalism? What is modalism? At least a 3 mask, right? 3 mask. ഇപ്പം ട്രിനിറ്റി പഠിപ്പിക്കുന്ന എനിക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ എന്നൊരു സംശയം. അങ്ങനല്ലേ ഞാൻ മോഡലിസം പറഞ്ഞേ? മോഡലിസം. ഓക്കെ, താങ്ക് യു. ഇനിയും ജീസസ് വീണ്ടും പറയുന്ന ഒരു വാക്യം കൂടെ നോക്കിയേ. John 16, 13 and 14 എന്ന് നോക്കിയേ. അവിടെ മെനി ടൈംസ് ഹി എന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓപ്പൺ ചെയ്ത വേദപുസ്തകം ബൈബിൾ.
John 16, 13 and 14. John 16 verses 13 and 14. But when he, the Spirit of truth, See, comes, but when he, when he the Spirit of truth comes, he will guide will you guide, into all the truth. ah. He will not speak on he his own. will not speak on his own initiative. He will speak only what he hears, വീണ്ടും he, and he will tell you what is yet to come. he will tell you, He will glorify me, he will glorify me. because it is from me that he will receive He will receive or he will what take. he will make known to you. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി എത്ര പ്രാവശ്യമാണ് ജീസസ് പേഴ്സൺ ആയിട്ട് ഹോളി സ്പിരിറ്റിനെ അഡ്രസ് ചെയ്യുന്നതെന്ന് ആ വേഴ്സിൽ നിന്ന്. In these verse scriptures, just count how many times Jesus is addressing. But when he, the Spirit of truth, first one, he will guide, he will not speak on his own initiative. He hears, he will speak, he will disclose, he will glorify me, he will take of mine and will disclose it to you. അന്നേരം ജീസസ് ഹോളി സ്പിരിറ്റിനെ വിളിക്കുന്ന ആ പ്രോണൗൺ എങ്ങനെയാണ്? ഇറ്റ് എന്നാണോ? Jesus does not address the Holy Spirit as it. He addresses it as he. എത്ര, person. how many times he. Multiple times Jesus has said he about the Holy ഇനിയും Spirit. ഹോളി സ്പിരിറ്റ് തന്നെ പറ്റി വിളിക്കുന്ന ഐ എന്നാണ്, ജീസസ് വിളിക്കുന്ന ഹി എന്നാണ്. Jesus addresses Holy Spirit as he. Holy Spirit addresses self as I. ഇനി ഹോളി സ്പിരിറ്റ് സംസാരിക്കുന്നുണ്ട്. Holy Spirit also speaks. ഒരു വാക്യം, ഹോളി സ്പിരിറ്റ് ഈസ് സ്പീക്കിംഗ്, അതായത് ഒരു മിയർ ഫോഴ്സിന് സംസാരിക്കാനായിട്ട് കഴിയത്തില്ല, പേഴ്സൺ ആയതുകൊണ്ടാണ് സംസാരിക്കുന്നത്. A mere force cannot talk, but only a person can talk. So here the scriptures. Acts 8:29 നോക്കി, Acts 8:29 പെട്ടെന്ന്. Acts 8:29. The Spirit told Philip. The Spirit told Philip. Philip. കണ്ടോ, ഹോളി സ്പിരിറ്റ് സംസാരിക്കുകയാണ്. Then the Spirit said to Philip. So Holy Spirit is speaking. The Spirit told Philip. ഇനി Acts 21:11 നോക്കിയ, ചുമ്മാ നോക്കി Acts 21:11. Acts 21:11. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, this is what the Holy Spirit says. We read that this is what the Holy Spirit says. The Holy Spirit says. കണ്ടോ വാക്യം? Yes. ഇനി ഞാൻ ആ പറഞ്ഞ പേഴ്സൺഹുഡിലേക്ക് ഒന്ന് വന്നേ. ഒന്ന്, ഹോളി സ്പിരിറ്റ് പറയാണ്, I have called them. Now come to the personhood of Holy Spirit. The Holy Spirit says, I have called them. ജീസസ് അഡ്രസ് ചെയ്യാണ്, he will glorify me. Jesus addresses Holy Spirit and says, he will glorify. He will disclose. He will disclose. He will guide you in all the truth. He will guide you in all the truth. അങ്ങനെ നിരവധി വാക്യങ്ങൾ. He will testify about me. Jesus, he will testify about me. Multiple verses about the Holy Spirit. He will take mine and he will disclose it to you. He will take mine and he will disclose it to you. Very clear ആയിട്ടല്ലേ പേഴ്സൺഹുഡ് പറഞ്ഞേക്കുന്നേ? Very clearly the personhood of Holy Spirit. ഹോളി സ്പിരിറ്റ് വെറും അവര് ഗ്രീക്ക് ന്യൂമ എന്നൊക്കെ എടുത്തോണ്ട് വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നോട് ചോദിച്ചാൽ മതി, പിന്നെ പറഞ്ഞുതരാം. They talk about pneuma or. അന്നേരം അത് വിൻഡ് എന്നാണ്, അത് ന്യൂട്രജെൻഡർ ആണെന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഗ്രീക്കിൽ അങ്ങനെ അല്ല. ഗ്രീക്കിൽ അങ്ങനെ ഇറ്റ് എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. So if they argue about it, call pastor, he will help. കാര്യം ഫെമിനിറ്റി. ഓക്കെ, അവിടെ വരെ നമുക്ക് ഏകദേശം മനസ്സിലായോ? സൂമിലുള്ളവർക്ക് ഏകദേശം മനസ്സിലായോ? I hope you understood some part of it so far. Praise the Lord. ഇനിയും ഹോളി സ്പിരിറ്റ് ഒംനിപൊട്ടന്റ് ആണ്, ഒംനീഷ്യന്റ് ആണ്, ഒംനിപ്രസന്റ് ആണ്. ഇനി നമുക്ക് ഡിവിനിറ്റിയിലേക്ക് പെട്ടെന്ന് പോകാം. ഇത് പേഴ്സൺഹുഡ് ആയിരുന്നു, ഡിവിനിറ്റിയിലേക്ക് പെട്ടെന്ന് പോകാം. This was all about personhood. Now we're going to go to the divinity of the Holy Spirit. നമുക്ക് എല്ലാവർക്കും അടുത്ത ആഴ്ച ആ ചോദ്യം വരും. നമുക്ക് നെക്സ്റ്റ് വീക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ് കേട്ടോ. Next week is our question answer session. ഓക്കെ, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. നമുക്ക് അപ്പോൾ വരുന്നൊരു ചോദ്യം ഞാൻ ഇപ്പോഴേ പറയാം. I'm going to address a question that may arise at that time. നിങ്ങൾ അടുത്ത ആഴ്ച എന്നോട് ചോദിക്കും, ജീസസ് പറഞ്ഞില്ലേ ഫുള്ളി ഡിവൈൻ ആണെങ്കിൽ ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്.
You may ask, Jesus said, he is fully divine, but Jesus said, I do not know when I will come back. അത് നമുക്ക് അടുത്ത ആഴ്ച പറയാം ഉത്തരം. I will give you the answer to that next week. ഇനിയും ഹോളി സ്പിരിറ്റ് ഒമിനീഷ്യന്റ് ആണോ എന്നറിയാൻ ഈ 1 Corinthians 2 ഒന്ന് വന്നേ. 1 Corinthians 2. If you come to 1 Corinthians chapter 2. Verse 11 ഒന്ന് നോക്കിയേ. Verse 11. Verse 11. For Verse 11. 2, chapter 2, verse 11. For 10 and 11 വായിച്ചോളൂ നമുക്കോ. These are the things God has revealed to us by His Spirit. Yeah. The Spirit searches all things, even the deep things of God. അവിടെ നോക്കിയേ. ആ ദൈവത്തിലുള്ള ആ ഡീപ് തിങ്സിനെ ആർക്കറിയാം? The Holy Spirit. The Holy Spirit knows the deep things of God. അങ്ങനെയെങ്കിൽ സെക്കൻഡ് കമ്മിങ് ഹോളി സ്പിരിറ്റിനെ അറിയാമോ? So does Holy Spirit know the second coming? Yes. ഹലോ, ഹോൾ കൗൺസിൽ വായിച്ചു കഴിയുമ്പോൾ പിതാവിനെ അറിയാമെന്ന് യേശു പറയുന്നു. എന്നാൽ ആ ന്യൂ ടെസ്റ്റ്മെന്റ് വെളിപ്പാട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ പോൾ പറയുക ആ പിതാവിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ളത് ആർക്കറിയാം? ഹോളി സ്പിരിറ്റിന് അറിയാം. So we see that Holy Spirit knows the deep things of God. Paul is clearly saying that the Holy Spirit knows the deep things of God. അങ്ങനെങ്കിൽ ഹോളി സ്പിരിറ്റിന് എല്ലാം അറിയാം. So Holy Spirit knows everything. ഓക്കെ ആണോ? Are you okay with? Praise Lord. ഇനിയും ഈ ഹോളി സ്പിരിറ്റ് സോവറിൻ ആണോ സകലത്തിന്റെ മേലും? Is Holy Spirit sovereign? Yes. Acts 20:28 ഒന്ന് നോക്കിയേ. Acts 20:28. Turn to Acts 20:28. Keep watch over yourselves and all the flock of which the Holy Spirit has made you overseers. നിങ്ങൾ അവിടെ നോക്കണ്ടോ? ഓവർസിയേഴ്സ്, ചില ട്രാൻസ്ലേഷൻ എൽഡർ എന്നായിരിക്കും, ചില ട്രാൻസ്ലേഷനിൽ ബിഷപ്പ് എന്നായിരിക്കും. An overseer is വാക്യം ഇങ്ങനെയാണ്, be on God for yours. Keep watch over yourselves and all the flock of which the Holy Spirit has made you overseers. കണ്ടോ? സർവസഭയെയും നോക്കാനായിട്ട് the Spirit is likewise sovereign in His rule in the church. He set apart elders and overseers in the congregation. Kando, the sovereignty of the Holy Spirit. Here we see the sovereignty of the Holy Spirit because the Holy Spirit has set up elders to take care of the sheep. Only a person can appoint other persons, right? Only a person can appoint another person to do a job. അങ്ങനെയെങ്കിൽ 2028 ആ പേഴ്സൺഹുഡും കാണാം, ആ സോവർണിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് 2028 കാണാം. In Acts 20:28 we see two things, both the sovereignty and the personhood of Holy Spirit. സമയം വളരെ ഫാസ്റ്റ് പോകുന്നു. Ephesians 4:30 നോക്കിയേ. Ephesians 4:30. Ephesians 4:13. Do not grieve the Holy Spirit. വായിക്കുന്നില്ലയോ? Yeah. 4:13. 30, sorry. And do not grieve the Holy Spirit of God. മതി. ഒരു ജീവനില്ലാത്ത ഒരു ഫോഴ്സിന് ഗ്രീവ് ചെയ്യാനായിട്ട് പറ്റുമോ? Can a force grieve, a lifeless force grieve? ഇലക്ട്രിസിറ്റിക്ക് സങ്കടം വന്നെന്ന് ആരെങ്കിലും പറയൂ? Does anybody say electricity is sad? No. ആരെങ്കിലും പറയുമോ? Will anybody say that? No. ഹോളി സ്പിരിറ്റിന് ഗ്രീവ് ചെയ്യിക്കില്ല. Do not grieve the Holy Spirit because it is a person. Okay. അന്നേരം പേഴ്സൺഹുഡ് ഏകദേശം കിട്ടിയോ? Are you able to understand the personhood of Holy Spirit? ഇനിയും ഒരു ഈ 3 divine person
ഞാൻ പറയുന്ന ഒരു 3 വാക്യം നിങ്ങൾ എല്ലാവരും ഓപ്പൺ ആക്കി വായിച്ചിട്ട് എന്നോട് അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്, അത് എന്നോടൊന്ന് പറയണം. You have to tell me the peculiarity of the 3 scriptures that I'm going to tell you. You all have to read it. ആ 3 വാക്യം വായിക്കുമ്പോൾ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു ദ അതർ ഡിവൈൻ പേഴ്സൺസ് നമുക്ക് കാണാനായിട്ട് കഴിയും. You will be able to see the intimate relationship of the Holy Spirit to the other 3 persons, the other 2 persons. ഹോളി സ്പിരിറ്റിന് മറ്റ് 2 ഡിവൈൻ ബീയിങ്ങിനോടുള്ള ആ വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് കാണാനായിട്ട് കഴിയും. You will be able to see the intimate relationship of the Holy Spirit with the other 2 persons. എല്ലാവരും ശ്രദ്ധിച്ചോണം, ആ വാക്യത്തിനകത്തും 3 വാക്യത്തിനകത്തും ഓരോ വാക്ക് ഡിഫറൻസ് ഉണ്ട്. There's a word that is different in each of those 2 verses. ഫാസ്റ്റ് മാർക്ക് 13:11 എന്ന് നോക്കിയാൽ. മാർക്ക് 13:11. Mark 13 verse 11. അവിടെ നിങ്ങൾ വായിക്കുന്നത് whenever you are arrested and brought to trial, do not worry beforehand about what to say. Just say whatever is given you at the time, for it is not you speaking, but the Holy Spirit. നമുക്ക് കോണ്ടസ്റ്റ് അറിയാമല്ലോ. എവിടെയെങ്കിലും നമ്മൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്നാ സംസാരിക്കേണ്ടെന്നുള്ള കാര്യം ഹോളി സ്പിരിറ്റ് തരും എന്നാണ് മാർക്ക് പറയുന്നത്. Mark says when you are in a difficult situation, you don't have to worry what to say because the Holy Spirit will give you the word to say. മാർക്ക് 13. ഇനിയും ആ സെയിം വാക്യം മാത്യു എങ്ങനെയാണ് എഴുതിയേക്കുന്നത് നോക്കണം. Now let's see what Matthew has to say about the same verse. മാത്യു 10ലേക്ക് ഒന്ന്. മാത്യു 10. Matthew chapter 10. 19 and 20 നോക്കിയാൽ. verses 19 and 20. Verses 19 and 20. 10:19 വളരെ പെട്ടെന്ന് വായിച്ചു. But when they arrest you, do not worry about what to say or how to say it. At that time you will be given what to say, for it will not be you speaking, but the Spirit of your Father speaking. The Father who speaks in you. കണ്ടോ, മാർക്കിൽ വായിച്ചത് ഹോളി സ്പിരിറ്റ് ആണ് പറയുന്നത്. സെയിം വാക്യം മാത്യു റെക്കോർഡ് ചെയ്തേക്കുന്നത് ഫാദർ ആണ് സംസാരിക്കുന്നത്. ഇനിയും ഒരു വാക്യം കൂടെ ലൂക്ക് 21ലേക്ക് വന്ന സെയിം വാക്യം ലൂക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്? See how Luke records the same ലൂക്ക് 21:14 and 15 എന്ന് വായിച്ചേ. Luke chapter 21 verse 14 and 15. But make up your mind not to worry beforehand how you will defend yourselves. For I will give you words and wisdom that none of your adversaries will be able to resist or contradict. Who is that I will give you utterances and wisdom? Who is that I there? Who is this I that Luke mentions of? Jesus. It is talking about. അത് യേശു പറയുന്ന വാക്യാണത്. That is Jesus talking. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിയേ, മാർക്ക് പറയുകയാണ് ഹോളി സ്പിരിറ്റ് നിങ്ങളെ സഹായിക്കും. Mark says Holy Spirit will teach you. മാത്യു പറയുകയാണ് ഫാദർ ആണ് നിങ്ങളെ സഹായിക്കുന്നത്. Matthew says the Father will teach you. ലൂക്ക് പറയുകയാണ്, യേശു പറയുകയാണ് ലൂക്കിലൂടെ, ഞാനാണ് നിങ്ങൾക്ക് ആ സമയത്ത്. So in the book of Luke we read that Jesus is telling, I will give you words and wisdom to speak at the time of. നോക്കിയേ, 3 എഴുത്തുകാരും റെക്കോർഡ് ചെയ്തതിന്റെ വ്യത്യാസം കണ്ടോ? You see how the 3 authors have recorded സെയിം കാര്യം പറയുമ്പോൾ ഒരാൾ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നു, ഒരാൾ ജീസസ് എന്ന് പറയുന്നു, ഒരാള് ഫാദർ എന്ന് പറയുന്നു. എന്താ? വൺ ഉസിയ. The one Usia, they talk, one person records as Father, one person records as Holy Spirit, and one person records as Jesus. So we see the homoousios, the one God. One being. നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ? It's so clearly mentioned here. ക്ലിയർ ആയിരുന്നോ ആ വാക്യങ്ങൾ? Is it clear? ഒരാൾ പറഞ്ഞൊരു കമന്ററി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. This is not a contradiction of what is recorded in the other gospels. Instead, the interpenetration of the divine person is seen in this passage. Okay, അങ്ങനെ വായിക്കാൻ പോലെ ഒത്തിരി വായിക്കണം. നോക്കിയേ, ആ ഒരു വാക്കുണ്ടോ? interpenetration of the divine person. So we see the interpenetration of the divine persons in that 3 scriptures. Okay.
ഇപ്പൊ നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ ആ കോ ഈക്വൽ എന്നുള്ള ഒരു ആശയം കൂടെ കിട്ടിയോ? കോ ഈക്വൽ. So now do you get the idea of that co-equal, the concept of co-equal in this? ഹോളി സ്പിരിറ്റിന്റെ പേഴ്സൺഹുഡ് നമ്മൾ മനസ്സിലാക്കി. So we understood the personhood of Holy Spirit. ഇറ്റേണൽ സ്പിരിറ്റ് ആണെന്ന് മനസ്സിലാക്കി. We know it's eternal spirit. ഫുള്ളി ഡിവൈൻ ആണെന്ന് മനസ്സിലാക്കി. We know it's fully divine. ഫാദറിനെയും സണ്ണിനെയും പറയുന്നിടത്ത് ഹോളി സ്പിരിറ്റും ഉണ്ട്. Wherever Father and Son are mentioned, the Holy Spirit is also mentioned. ബാപ്റ്റിസം ഫോർമുലയിൽ ഹോളി സ്പിരിറ്റിനും ഫാദറിനും സണ്ണിനൂടെയും only one name. There is only the one name, Father, Son, and the Holy Spirit, the baptismal thing. ഇനി ഹോളി സ്പിരിറ്റിനെ യാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ടോ? Has Holy Spirit been called Yahweh? ഞാന് രണ്ട് റെഫറൻസ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. I told you two references before. ഹോളി സ്പിരിറ്റിനെ യാഹുവേ എന്ന് വിളിച്ചിരിക്കുന്ന റെഫറൻസ് നിങ്ങൾ വായിച്ചു നോക്കണം. You have to read the scriptures of the where Holy Spirit is called Yahweh. Acts 28-ന്റെ 25 and 26. Acts 28, 25 and 26. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. യെശയ്യാവ് 6-ാം അധ്യായത്തിനകത്തെ കോട്ടാണ്. It's a quote from Isaiah chapter 6. യെശയ്യാവിൽ അത് യഹോവ പറയുന്നു. Isaiah says that Yahweh says. ആക്സിൽ ലൂക്ക് പറയുന്നത് ഹോളി സ്പിരിറ്റ് പറയുന്നു. In Acts 28, Luke says that the Holy Spirit says it. 2 Peter 1:21. 2 Peter 1:21. In 2 Peter 1:21. അവിടെ ഹോളി സ്പിരിറ്റിനാലാണ് പ്രവചനം എന്നാണ് പറയുന്നത്. The prophecy is through the Holy Spirit. ഓൾഡ് ടെസ്റ്റ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. It's talking about the Old Testament. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുന്നത് thus says the Lord. യഹോവയുടെ അരുളപ്പാട് പ്രവാചകന്മാർക്കുണ്ടായത് എന്തെന്നാൽ, കണ്ടോ, അതേ കാര്യം ഇവിടെ പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ് പറയുന്നത് എന്നാണ്. In 2 Peter we see that Holy Spirit is saying, but in the Old Testament we see thus says the Lord, that Jehovah is saying that. Okay, ഒരു എക്സാമ്പിളോടെ ഹോളി സ്പിരിറ്റ് യാഹുവേ എന്ന് മെൻഷൻ ചെയ്തേക്കുന്ന ഒരു റെഫറൻസ് കൂടെ ഞാൻ തരാം. One more reference where Holy Spirit is mentioned as Yahweh. പെട്ടെന്ന് ഹീബ്രൂസിലേക്ക് ഒന്ന് വന്നേ. ഹീബ്രൂസ് chapter 10. Hebrews chapter 10. 15, 16 and 17 ഒന്ന് നോക്കിയേ പെട്ടെന്ന്. 15, 16. The Holy Spirit also testifies to us about this. First he says, this is the covenant I will make with them. After the time, says the Lord, I will put my laws in their hearts and I will write them on their minds. Then he adds, yeah, to 15 and 16. 17. Then he adds, their sins and lawless acts I will remember no more. മതി. ഇവിടെ പറയുന്ന കണ്ടല്ലോ, 15-ാം വാക്യം പറഞ്ഞു തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്. വേഴ്സ് 15 ഹോളി സ്പിരിറ്റ് പറയുകയാണ്. In verse 15 it states that the Holy Spirit testifies. അങ്ങനെ തന്നെയല്ലേ എഴുതിയേക്കുന്നത്? Isn't that how it's written? ഈ വാക്യം ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കോട്ടാണ്. This is a quote from the Old Testament. ആ വാക്യം കിടക്കുന്നത് ജെറമായ 31-ലാണ്. ജെറമായ 31. The same scripture is in Jeremiah 31. Open with me to Jeremiah 31. Open to Jeremiah 31. Jeremiah 31-ന്റെ 31 എന്ന് നോക്കിയേ. 31. 31. The days are coming, declares the Lord, when I will make a new covenant. When I will make a new covenant. ആ ഐ എന്നുള്ളത് മേളി വായിച്ചാൽ മതി. യാഹുവയാണ് അവിടെ സംസാരിച്ചു വരുന്നത്. When we read that I there is Yahweh. നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കിയേ. ആ 31, 32 ഹീബ്രുവിന്റെ ഓതർ എടുത്ത് കോട്ട് ചെയ്തിട്ട് പറയുകയാണ് ഹോളി സ്പിരിറ്റ് ആണ് പറഞ്ഞത്. അതേ കാര്യം ജെറമിയ പറഞ്ഞത് യാഹുവേ ആണ് പറഞ്ഞത്. അങ്ങനെങ്കിൽ Holy Spirit is identified as Yahweh. Holy Spirit is identified as Yahweh. When Jeremiah talks, he writes that Yahweh said, but when in Hebrews, when it is written that Holy Spirit said. So we see that Holy Spirit is Yahweh. Clear ആണോ? Hope it's clear. ഇനി ഹോളി സ്പിരിറ്റ് omnipresent ആണ്. ഹോളി സ്പിരിറ്റ് is omnipresent. Psalm 139 verse 7. Psalm 139 verse 7. Omniscient ആണ്. 1 Corinthians 2:10 and 11. 1 Corinthians 2:10 and 11. 2:10 and 11. Holy Spirit is active in the very creation itself. Yeah.
Holy Spirit is active in the very creation itself. അവിടെ എഴുതിയേക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹീബ്രു ഭാഷയിൽ എഴുതിയേക്കുന്ന റൂഹക് എലോഹിം. The Spirit of God dwelt upon the waters. We read that, and in Greek it is Hebrew. Hebrew it is ruach. എലോഹിം. എലോഹിം പഠിച്ചല്ലയോ? Ruach means റൂഹ്, ആത്മാവ്. റൂഹക്. ഈ പള്ളിയിലൊക്കെ ഉള്ളവർക്ക് പരിശുദ്ധ റൂഹ എന്ന് കേട്ടിട്ടില്ലേ? പരിശുദ്ധ റൂഹ. റൂഹക് എലോഹിം. എന്നോട് ചേർന്ന് പറഞ്ഞ റൂഹക് എലോഹിം എന്ന് പറഞ്ഞ എല്ലാവരും. Join with me and tell the word റൂഹക് എലോഹിം. ദൈവത്തിന്റെ ആത്മാവെന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആത്മാവാം ദൈവം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. Ruach Elohim means God, the Holy Spirit. God the Spirit. Okay. ഇനിയും യേശുവിനെ ഹോളി സ്പിരിറ്റിനെ തിയോസ് എന്ന് വിളിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. Holy Spirit is also called Theos. What is the meaning of Theos? God. Theos means God. Acts 5:3 and 4 അവിടെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. 3 and 4. Then Peter said, Ananias, how is that Satan has so filled your heart that you have lied to the Holy Spirit and have kept yourself some of the money you received for the land? Did it belong to you before it was sold? And after it was sold, wasn't the money at your disposal? What made you think of doing such a thing? You have not lied just to human beings, but to God. നിങ്ങളെ വാക്യം കണ്ടോ? അങ്ങനെങ്കിൽ ഞാൻ ചോദിക്കാം, to whom did Ananias lie? To whom did Ananias lie? To God. To the Holy Spirit or to God? Holy Spirit. Holy Spirit is God. രണ്ട് ആൻസർ ശരിയാണ് അവിടെ. ആ ചോദ്യത്തിന് നിങ്ങൾ എഴുതേണ്ടത് both for to lie to the Spirit is to lie to God. ക്ലിയർ ആണോ? നേരിട്ട് ഗോഡ് എന്ന് വിളിച്ചേക്കുന്നുണ്ടോ? നേരിട്ട് ഗോഡ് എന്ന് വിളിച്ചേക്കുന്നത്. Here you see clearly it is written God, Holy Spirit as God. 1 Corinthians 3:16 എന്ന് നോക്കിയേ. 1 Corinthians 3:16. 1 Corinthians 3:16. പെട്ടെന്ന് നിങ്ങൾ അല്ലെങ്കിൽ റെഫറൻസ് എഴുതിയാൽ മതി. Don't you know that you yourselves are God's temple and that God's Spirit dwells in your midst? അവിടെ പറയുന്നത് ഹോളി സ്പിരിറ്റ് ലോക്കൽ ചർച്ചിൽ ഇൻഡ്വെൽ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെങ്കിൽ അതിനെ വിളിച്ചേക്കുന്നത് കണ്ടോ? ടെമ്പിൾ ഓഫ് ഗോഡ്. ഹോളി സ്പിരിറ്റിനെ ഗോഡ് എന്ന് അഡ്രസ് ചെയ്തേക്കുന്നുണ്ടോ? You see, Holy Spirit is addressed as God. It's God, temple of God here. 1 Corinthians 6:19 and 20 നോക്കിയേ. 1 Corinthians 6:19 and 20. 1 Corinthians 6:19 and 20. Do you not know that your bodies are temples of the Holy Spirit? Temples of the Holy Spirit. Who is in you, whom you have received from God? You are not on your own. You were bought at a price. Therefore, honor God with your bodies. ആ വാക്യത്തിൽ കണ്ടോ? ഇൻഡിവിജ്വലിൽ ഓരോ പേഴ്സണിലും ഹോളി സ്പിരിറ്റ് എന്ത് ചെയ്യുക? ദൈവമായിട്ട് വസിക്കുകയാണ്. In each individual, the Holy Spirit dwells as God. അങ്ങനെങ്കിൽ അല്പം ഫാസ്റ്റ് ആയി പോയെന്ന് എനിക്കറിയാം. ഈച്ച് പേഴ്സൺ ഈസ് ഫുള്ളി ഗോഡ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച ക്ലാസ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞോ? I hope you understood that each person in Trinity is God. Father is God. Father is God. Holy Spirit is Jesus is fully God. Jesus is fully God. Yahweh ആയിട്ട് അഡ്രസ് ചെയ്തിരിക്കുന്നു. Jesus also addressed as Yahweh. ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. Is identified as Yahweh. ഈഗോ എയ്മി ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. Ego also he's addressed as ego. Theos എന്ന് വിളിച്ചിരിക്കുന്നു. He's also addressed as Theos. Praise the Lord. ഇനി ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുമ്പോൾ മിയർ ഫോഴ്സ് ആയിട്ടല്ല, ഗ്രീക്കിൽ അങ്ങനല്ല എഴുതേണ്ടത്. ഗ്രീക്കിൽ അങ്ങനെ ഇറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. Holy Spirit is not a force. In Greek it's not written as it. അവിടെയും ഹോളി സ്പിരിറ്റിനെ നമ്മൾ ആ നൗൺ എന്ന അർത്ഥത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. Holy Spirit is known as in noun form as ഹോളി സ്പിരിറ്റ് തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഐ മീ എന്നാണ്.
Holy Spirit individual addresses itself as I and me. ജീസസും ഫാദറും ഹി എന്നാണ് ഹോളി സ്പിരിറ്റിനെ വിളിക്കുന്നത്. Jesus and Father addresses Holy Spirit as ഹോളി സ്പിരിറ്റ് സംസാരിക്കുന്നുണ്ട്, Holy Spirit speaks. ഗ്രീവ് ചെയ്യുന്നുണ്ട്, Holy Spirit grieves. റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, Holy Spirit resists. സെൻഡ് ചെയ്യുന്നുണ്ട്. Holy Spirit sends. ഹോളി സ്പിരിറ്റിനെ യാഹുവേ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. Holy Spirit has been identified as ഹോളി Yahweh. സ്പിരിറ്റിനെ തെയോസ് എന്ന് നേരിട്ട് വിളിച്ചിട്ടുണ്ട്. Holy Spirit has been addressed as Theos. ഹോളി സ്പിരിറ്റ് ഈസ് പേഴ്സൺ ആൻഡ് മൈറ്റി ഗോഡ്. Clear Holy ആയോ? Spirit is my person and a mighty God. One being, One being, three person, three persons, co-equal and co-eternal. co-equal and co-eternal. Each person is fully God. Each person in Trinity is fully God. This is the sum and substance of this subject. This is the summary of Trinity. Hallelujah. ഇത് ഞാൻ നിർത്തിയതാണ്, സബ്ജക്റ്റ് തീർന്നല്ല. I just stopped because of time. The topic hasn't ended actually. Next week we have little more things. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. Next week, I have little more things to speak and then we'll go into question answer session. ഒരു So bring your questions.